ഹായ്, നമ്മൾ ഷുഡിന്റെ ഉപയോഗമാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ 3 വാചകങ്ങൾ ഉണ്ടാക്കുന്ന രീതി കണ്ടു. ഇന്ന് അവസാനത്തെ വാചകമാണ് കാണുന്നത്. നമ്മൾ കണ്ടു ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. ചോദ്യം ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ? ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതെങ്ങനെയാണ്? ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കും. ഷുഡിന്റെ എന്നാണ് പറയുന്നത്. ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം അത് ആദ്യം കൊണ്ടുവന്നിടുന്നു. ഇവിടെ ചെയ്തതുപോലെ തന്നെ ഷുഡ് ആദ്യം കൊണ്ടുപോയിട്ട പോലെ ഇവിടെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് ഷുഡിന്റ് ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ, ഞാൻ പോകണ്ടേ, അവൻ വരണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും. നെഗറ്റീവ് ചോദ്യമാണ്. എങ്ങനെയാണ്? നെഗറ്റീവ് ചോദ്യമാണ്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വേറെ രീതിയിൽ അത് ചോദിക്കാം. ഷുഡ് ഐ നോട്ട് റൈറ്റ്, ഷുഡ് ഐ നോട്ട് റൈറ്റ് എന്നും ചോദിക്കാം. പക്ഷെ ഇത് റിട്ടൺ ഇംഗ്ലീഷാണ്. ഇത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുള്ളൂ. എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷുഡിന്റ് ഐ റൈറ്റ്, ഷുഡിന്റ് ഐ റൈറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എഴുതണ്ടേ, ഞാൻ എഴുതണ്ടേ. നെഗറ്റീവ് ചോദ്യമാണ്. ഷുഡിന്റ് ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ. ഷുഡിന്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ. ഷുഡിന്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ. ഷുഡിന്റ് ഐ സിറ്റ്, ഞാൻ ഇരിക്കണ്ടേ. ഷുഡിന്റ് ഐ സിംഗ്, ഞാൻ പാടണ്ടേ. ഷുഡിന്റ് ഐ സ്ലീപ്, ഞാൻ ഉറങ്ങണ്ടേ. ഷുഡിന്റ് ഐ സ്ലീപ്, ഞാൻ ഉറങ്ങണ്ടേ. ഷുഡിന്റ് ഐ റൺ, ഞാൻ ഓടണ്ടേ. ഷുഡിന്റ് ഐ റൺ, ഞാൻ ഓടണ്ടേ. അല്ല വി നമുക്ക് ഞങ്ങൾ നമ്മൾ നമുക്കറിയാം. 2 വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. ഷുഡിൻ ബി റൈറ്റ്, നമ്മൾ എഴുതണ്ടേ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതണ്ടേ. ഷുഡിൻ ബി ഗോ, നമ്മൾ പോകണ്ടേ. ഷുഡിൻ ബി സിറ്റ്, നമ്മൾ ഇരിക്കണ്ടേ. ഷുഡിൻ ബി സിംഗ്, നമ്മൾ പാടണ്ടേ. ഷുഡിൻ ബി സ്ലീപ്, നമ്മൾ ഉറങ്ങണ്ടേ. ഷുഡിൻ ബി റൺ, നമ്മൾ ഓടണ്ടേ. അല്ലേ? ഇനി യുവിന് നമുക്ക് നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ് ധാരാളം വാക്കുകൾ മലയാളത്തിൽ നമുക്കുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഷുഡിന്റ് യു റൈറ്റ്, ഷുഡിന്റ് യു റൈറ്റ്, നീ എഴുതണ്ടേ. ഷുഡിന്റ് യു ഗോ, നിങ്ങൾ പോകണ്ടേ. ഷുഡിന്റ് യു സിറ്റ്, നിങ്ങൾ ഇരിക്കണ്ടേ. ഷുഡിന്റ് യു സിംഗ്, നിങ്ങൾ പാടണ്ടേ. ഷുഡിന്റ് യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങണ്ടേ. ഷുഡിന്റ് യു റൺ, നിങ്ങൾ ഓടണ്ടേ. ഷുഡിന്റ് യു കം, നിങ്ങൾ വരണ്ടേ. ഷുഡിന്റ് യു സ്റ്റഡി, നിങ്ങൾ പഠിക്കണ്ടേ. ഇത് വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോ ഹി ആകുമ്പോ അയാൾ, അവൻ, അദ്ദേഹം, പല വാക്കുകളുണ്ട്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഷുഡിൻ ഹി റൈറ്റ്, അയാൾ എഴുതണ്ടേ. ഷുഡിൻ ഹി ഗോ, അയാൾ പോകണ്ടേ. ഷുഡിൻ ഹി സിറ്റ്, അയാൾ ഇരിക്കണ്ടേ. ഷുഡിൻ ഹി സിംഗ്, അയാൾ പാടണ്ടേ. ഷുഡിൻ ഹി സ്ലീപ്, അവൻ ഉറങ്ങണ്ടേ. ഷുഡിൻ ഹി റൺ, അയാൾ ഓടണ്ടേ. ഓക്കെ. ഇനി ഷി എന്ന് പറയുമ്പോൾ അവൾ എന്ന അർത്ഥമാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാം. എന്താണ്? ഷുഡിൻ ഷി റൈറ്റ്, അവൾ എഴുതണ്ടേ. ഷുഡിൻ ഷി റൈറ്റ്, അവൾ എഴുതണ്ടേ. ഷുഡിൻ ഷി ഗോ, അവൾ പോകണ്ടേ. ഷുഡിൻ ഷി സിറ്റ്, അവൾ ഇരിക്കണ്ടേ. ഷുഡിൻ ഷി സിംഗ്, അവൾ പാടണ്ടേ. ഷുഡിൻ ഷി സ്ലീപ്, അവൾ ഉറങ്ങണ്ടേ. ഷുഡിൻ ഷി റൺ, അവൾ ഓടണ്ടേ. ഇനി ദേഹ്, അവർ, ഇവർ അല്ലെ, 2 വാക്കുകളുണ്ട്. ഏതെങ്കിലും ഉപയോഗിക്കാം. ഷുഡിൻ ദേ റൈറ്റ്, ഇവർ എഴുതണ്ടേ. ഷുഡിൻ ദേ ഗോ, ഇവർ പോകണ്ടേ. ഷുഡിൻ ദേ സിറ്റ്, അവർ ഇരിക്കണ്ടേ. ഷുഡിൻ ദേ സിംഗ്, അവർ പാടണ്ടേ. ഷുഡിൻ ദേ സ്ലീപ്, അവർ ഉറങ്ങണ്ടേ. ഷുഡിൻ ദേ റൺ, അവർ ഓടണ്ടേ. ഓക്കെ. അപ്പൊ ഇതാണ് നെഗറ്റീവ് ചോദ്യം. അപ്പൊ ഷുഡ് വെച്ച് നമ്മൾ 4 വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതിന്റെ സാമ്പിൾ നമ്മൾ റൈറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ? ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. ഷുഡിന്റ് ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ. ഓക്കെ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ ധാരാളം വെർബുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വ്യത്യാസമൊന്നും വരുന്നില്ല. ഏത് വെച്ചാലും ഒരേപോലെ ഇരിക്കുള്ളൂ. ഇതിനൊന്നും വ്യത്യാസം വരില്ല. ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടു. ബേസ് ഫോം ഉപയോഗിക്കാം.
ഓക്കെ.